നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. അവസാനം വരെ പ്രതീക്ഷ കൈവിടില്ല, ഞങ്ങൾ പോരാടിക്കൊണ്ടിരിക്കും, ലാലിഗ കിരീടത്തിൽ ഇനിയും ഞങ്ങൾക്ക് മാത്തമാറ്റിക്കലി സാധ്യതയുണ്ട് എന്ന പ്രഖ്യാപനമാണ് ആൽവാരോ ആർബിലോവ കഴിഞ്ഞ ദിവസം നടത്തിയത്. ഇന്ന് റയൽ ബെറ്റീസിനെതിരെ ഇറങ്ങുമ്പോൾ ജയത്തിൽ കുറഞ്ഞതൊന്നും അവർ ആഗ്രഹിക്കുന്നില്ല. നിലവിൽ 9 പോയിൻ്റ് വ്യത്യാസമാണ് FC ബാഴ്സലോണയുമായിട്ട് റയൽ മാഡ്രിഡിനുള്ളത്. രാത്രി ഇന്ത്യൻ സമയം 12:30 റയൽ ബെറ്റീസും റയൽ മാഡ്രിഡും തമ്മിൽ ബെറ്റീസിൻ്റെ മൈതാനത്ത് ഏറ്റുമുട്ടുന്നത്. ആ മത്സരത്തിനായിട്ടുള്ള റയൽ മാഡ്രിഡിൻ്റെ സ്ക്വാഡ് പ്രഖ്യാപിച്ചപ്പോൾ ചില പ്രധാന താരങ്ങളെ ഒഴിവാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഷൂമനിയുടെ കാര്യത്തിൽ അദ്ദേഹത്തിന് ചെറിയ പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് ആംസ്ട്രിങ് ഓവർലോഡുണ്ട്, അതുകൊണ്ടാണ് അദ്ദേഹത്തെ കളിപ്പിക്കാത്തത്. അതേസമയം സെബയോസിനെ കളിപ്പിക്കുന്നില്ല എന്ന് തീരുമാനിച്ചിരിക്കുന്നു. സെബയോസിനെ ഒഴിവാക്കിയിരിക്കുന്നത് ടെക്നിക്കൽ ഡിസിഷനാണ്. ഈ സീസണിൽ ഇനി താരത്തെ കോളപ്പ് ചെയ്തേക്കില്ല എന്നാണ് പുറത്തേക്ക് വരുന്ന വിവരം. അതായത് വെറുതെ സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ അദ്ദേഹം സ്ക്വാഡിൽ നിന്ന് പുറത്തു പോകാനുള്ള സാധ്യതയുണ്ട്. അരാൻച റോഡ്രിഗസ് ആണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഏതായാലും അദ്ദേഹവുമില്ല. പിന്നെ പരിക്കേറ്റ താരങ്ങളാണ് പുറത്തായിരിക്കുന്നത്. ആർദ ഗ്യൂളർ, അതുപോലെ കോർട്ടുവ, റോഡ്രിഗോ, എദർ മിലിറ്റാവോ, ഈ താരങ്ങളൊക്കെ പരിക്കിൻ്റെ പിടിയിലുള്ളവരാണ്. അവർ സ്ക്വാഡിൽ നിന്ന് പുറത്തായിട്ടുണ്ട്. എന്നാലും മത്സരത്തിനായിട്ടുള്ള സ്ക്വാഡ് ഒഫീഷ്യലി കോച്ച് പ്രഖ്യാപിച്ചിട്ടുണ്ട്. സ്ക്വാഡിലുള്ളത് ഗോൾ കീപ്പർമാരായിട്ട് ല്യൂനിൻ, സെർജിയോ മെസ്ട്രെ, ജാവി നവോരോ എന്നിവരാണ്. ഡിഫൻസിലേക്കുള്ളത് ഡാനി കർവാഹൽ, അലാബ, ട്രെൻഡ്, അസെൻസിയോ, കരേറസ്, ഫ്രാൻ ഗാർഷ്യ, റൂഡിഗർ, മെൻഡി, ഹുയിസൻ, ഡിയഗോ അഗ്വാഡോ എന്നിവരുണ്ട്. മധ്യനിരയിലേക്ക് ബെല്ലിംഗാമും കമവിംഗയും വാൽവർദയും തിയാഗോയും സെസ്ട്രോയും മാനുവൽ ഏഞ്ചലുമാണുള്ളത്. മുന്നേറ്റത്തിൽ വിനി ജൂനിയറും എംബാപ്പയും ഗോൺസാലോയും ബ്രാഹിമും മസ്റ്റൻഡൂനയുമുണ്ട്. വിജയത്തിൽ കുറഞ്ഞതൊന്നും മുന്നിലില്ലാതെ റയൽ ഇറങ്ങുമ്പോൾ ആരാധകർ പ്രതീക്ഷിക്കുന്ന ഒരു മികച്ച വിജയമാണ്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.